ഹായ് ഫ്രണ്ട്സ്, എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ബേർഡ് സാങ്ച്വറി നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് കരുതി. ഇത് കോഴിക്കോട് കടലുണ്ടി എന്ന് പറയുന്ന സ്ഥലമാണ് കേട്ടോ. അപ്പോൾ അവിടെ ഞങ്ങൾക്ക് ഈ ബേർഡ് സാങ്ച്വറീൻ്റെ തൊട്ടടുത്തായിട്ട് ഫുട്പാത്ത് വന്നിട്ടുണ്ട് കേട്ടോ. പുതുതായി പണിത ഫുട്പാത്താണ്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാമല്ലോ. എൻ്റെ നാട്ടിലെ മനോഹരമായ കുറച്ച് കാഴ്ചകളാണ്. അപ്പോൾ നിങ്ങളെ മുന്നിൽ നിങ്ങൾക്ക് കൂടി കാണിച്ചു തരാൻ എനിക്ക് വല്ലാത്ത ആഗ്രഹം. അപ്പോൾ ഇതാണ് കേട്ടോ ബേർഡ് സാങ്ച്വറി എന്ന് പറയുന്നത്. നമ്മുടെ മറ്റേ കണ്ടൽക്കാടിനെ കുറിച്ചും അവിടുത്തെ ചെടികളെക്കുറിച്ചും പക്ഷികളെക്കുറിച്ചൊക്കെ അറിയാനായിട്ടുള്ള ഒരുപാട് അവരുടെ വിവരങ്ങളൊക്കെ എഴുതി വെച്ച ഒരുപാട് ബോർഡുകളും, പിന്നെ ആ ഹോമുണ്ടല്ലോ, വീടിൻ്റെ ഉള്ളിൽ ഒരുപാട് പിക്ചറുകളൊക്കെ ഉണ്ട് കേട്ടോ. ഒരുപാട് കാഴ്ചകളുണ്ട് ഇവിടെ കാണാൻ. അതുപോലെ തന്നെ ഒരുപാട് സ്ഥലത്തുനിന്ന് ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട് കേട്ടോ. നമ്മുടെ നാട്ടിലുള്ളവരുണ്ട്, പുറമെ നാട്ടിലുള്ളവരൊക്കെ, ഇംഗ്ലീഷുകാരൊക്കെ ഉണ്ട് കേട്ടോ. ഇങ്ങനെ പുറമെ അറിഞ്ഞു കേട്ടവരെല്ലാവരും ഇവിടെ എത്തിപ്പെടും. അതുപോലെ തന്നെ സ്കൂൾ കുട്ടികളാണെങ്കിൽ ബോട്ടിങ്ങിനായിട്ട് വരുന്നുണ്ട്. ഒരുപാട് രാവിലെ നോക്കുമ്പോൾ പുഴ നിറയെ ബോട്ടുകളായിരിക്കും, ഹൗസ് ബോട്ട് കേട്ടോ, ഫുള്ളായിട്ട്. അത്രയും ടൂറിസ്റ്റുകൾ ഇവിടെ വരുന്നുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ വെള്ളം ഇറങ്ങി നിൽക്കുന്ന സമയം കേട്ടോ. വേലിയിറക്കൊക്കെ നിങ്ങൾക്ക് അറിയില്ലേ. അപ്പോൾ ഈ വേലിയിറക്കത്തിൻ്റെ സമയത്ത് ഇവിടെ നിറയെ കണ്ടോ, വെള്ളം ഇല്ലാതെ കാണുന്നുണ്ടോ. അങ്ങനെ ഒരവസ്ഥയിൽ ഇവിടെ വെള്ളം ഉണ്ടാവില്ല, മണ്ണ് മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ. കുറച്ച് ഉള്ളോട്ട് വെള്ളം വലിഞ്ഞു പോകും. പിന്നെ ഞാനൊക്കെ ചെറിയ കുട്ടിയാകുമ്പോൾ ഇരുന്ന് കളിച്ചിരുന്ന സ്ഥലം കേട്ടോ. അതൊക്കെ ഈ കാണുന്ന വെള്ളം വറ്റി നിൽക്കുന്ന സ്ഥലം കണ്ടില്ലേ. ഇവിടെയൊക്കെ ഇറങ്ങിയിട്ട് നമ്മുടെ കുളിക്കാൻ ഉപയോഗിക്കുന്ന തോർത്തുണ്ടല്ലോ, ആ തോർത്തെടുത്തിട്ട് ഞങ്ങൾ ചെമ്മീനൊക്കെ പിടിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ കുട്ടിക്കാല നൊസ്റ്റു കൂടിയാണ് കേട്ടോ. ഇവിടെയൊക്കെ ഓടി നടന്ന് കളിച്ച സ്ഥലമാണ്. അതുപോലെ തന്നെ കണ്ട പക്ഷികളെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് വളരെ അതിമനോഹരമായ സ്ഥലമാണ് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ വരാൻ ആഗ്രഹിക്കുന്നവർ കോഴിക്കോട് ജില്ലയിലെ കടലുണ്ടി എന്ന് പറയുന്ന സ്ഥലമാണ് കേട്ടോ. അപ്പോൾ കണ്ട വെള്ളം ഇറങ്ങി നിന്നിട്ട് ചളി കാണുന്നുണ്ടോ. ബോട്ടുകളൊക്കെ നിർത്തിയിട്ടുണ്ട്, ഒരുപാട് തോണികളും, അങ്ങനെ ഒരുപാട് സംഗതികൾ ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ടുണ്ട്. പിന്നെ അങ്ങേ കരയിൽ അതുപോലെ തന്നെ നമ്മുടെ കടലാണ് കേട്ടോ. കടലും പുഴയും കൂടി ചേർന്നിട്ടുള്ളതാണ് കേട്ടോ ഇവിടെ കടലുണ്ടി പുഴ എന്ന് പറയുന്നത്. അങ്ങനെ പിന്നെ അവിടുത്തെ കണ്ടൽക്കാടുകളെ കുറച്ച് ഡീറ്റെയിൽസൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വരിക, വന്ന് കാണുക, എൻജോയ് ചെയ്യുക.